ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. നാളെ കേരളത്തിലെ ഒരു ഭാഗത്തേക്കുള്ള തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ഡേ ആണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം ജില്ല വരെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ പോളിംഗ് നടക്കുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. ഒരു വോട്ടും ആരും പാഴാക്കാതിരിക്കുക. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. എന്തായാലും നിലവിലുള്ള നമ്മുടെ നാട്ടിലെ പൊതുവായ ഒരു കാലാവസ്ഥ വിലയിരുത്തുന്നത് ഉചിതമായിരിക്കും. അത് നിങ്ങൾ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ആർക്ക് വോട്ട് ചെയ്യണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഉചിതമായ തീരുമാനം നിങ്ങൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് മുമ്പ് ചോദിച്ചിരുന്ന ഒരു ചോദ്യമുണ്ട്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം വന്ന ചില കമൻറ്റ് ബോക്സിലെ ചോദ്യങ്ങളാണ്. ഈ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിലൊക്കെയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്ക് എത്ര രൂപ അവർക്ക് പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. ചിലർ ചോദിച്ചത് എത്ര രൂപ ശമ്പളം കിട്ടും എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് വിശദമായ വിവരമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പൂർണ്ണമായും കേട്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും. നിങ്ങൾക്ക് നാളെ ഈ പഞ്ചായത്ത് മെമ്പറോ മുനിസിപ്പൽ കൗൺസിലറോ കോർപ്പറേഷൻ കൗൺസിലറോ ഒക്കെ ആകണം, ഇല്ലെങ്കിൽ ചെയർമാനോ മേയറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒക്കെ ആകണം എങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. ആദ്യം നമുക്ക് പഞ്ചായത്തിൻ്റെ കാര്യം നോക്കാം. പഞ്ചായത്തിൽ ഒരു അംഗത്തിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 7000 രൂപയാണ് ഹോണറേറിയം ആയി കിട്ടുക. ആദ്യം മനസ്സിലാക്കേണ്ടത് ശമ്പളമല്ല അവർക്ക് കിട്ടുന്നത്, ഹോണറേറിയം എന്നാണ് അതിനെ പറയുക. അതായത് ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾക്ക് ഒരു പ്രതിഫലം നൽകുന്നു എന്നേ ഉള്ളൂ. ഹോണറേറിയം എന്നാണ് അതിനെ പറയുന്നത്. അത് പഞ്ചായത്തിലായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ 7000 രൂപ ഒരു അംഗത്തിന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയാലോ, പഞ്ചായത്ത് പ്രസിഡൻറ്റിന് 13,200 രൂപയാണ് ഹോണറേറിയം ആയി കിട്ടുക. വൈസ് പ്രസിഡൻറ്റിനാണെങ്കിൽ 10,600 രൂപയാണ് കിട്ടുക. ഇതാണ് പഞ്ചായത്തിൻ്റെ കാര്യം. ഇനി ബ്ലോക്ക് പ്രസിഡൻറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ കാര്യം കൂടി പറയാം. ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉണ്ടാകും. ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും ഓരോ ചെയർമാൻ ഉണ്ടാകും. ആ ചെയർമാന് പഞ്ചായത്തിൽ കിട്ടുന്നത് 8,200 രൂപയാണ്. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലോ ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡൻറ്റിന് 14,600 രൂപ കിട്ടും ഹോണറേറിയം. വൈസ് പ്രസിഡൻറ്റിന് 12,000 രൂപ ഹോണറേറിയം ആയിട്ട് കിട്ടും. ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 8,800 രൂപയാണ് ലഭിക്കുക. അംഗത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 7,600 രൂപയാണ് ഹോണറേറിയം ആയി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതൊക്കെ പ്രതിമാസം കിട്ടുന്നതാണ് എന്ന് ഓർത്തിരിക്കുക. 5 വർഷം വരെ നിങ്ങൾ അവിടെ തുടരുകയാണ്, സ്ഥാനത്ത് തുടരുകയാണെങ്കിൽ പ്രതിമാസം നിങ്ങൾക്കിത് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് വരാം. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്. ജില്ലാ പഞ്ചായത്തിലേക്ക് വരാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിന് പ്രതിമാസം 15,800 രൂപ ഹോണറേറിയമായി കിട്ടും. വൈസ് പ്രസിഡൻറ്റിന് 13,200 രൂപയാണ് ലഭിക്കുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 9,400 രൂപ ലഭിക്കും. ജില്ലാ പഞ്ചായത്തിലെ അംഗത്തിനാണെങ്കിൽ 8,800 രൂപയാണ് ഹോണറേറിയമായി ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് മുനിസിപ്പാലിറ്റി നഗരസഭ എന്ന് പറയാം. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നമുക്ക് ചെയർമാന് പ്രതിമാസം 14,600 രൂപ ലഭിക്കും. വൈസ് ചെയർമാന് 12,000 രൂപ ലഭിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 8,800 രൂപ ലഭിക്കും. നഗരസഭയിലെ ഒരു കൗൺസിലറിന്, മുനിസിപ്പൽ കൗൺസിലറിന് 7,600 രൂപയും ലഭിക്കും. കോർപ്പറേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ ലഭിക്കുന്നത് ഏകദേശം ജില്ലാ പഞ്ചായത്തിന് ലഭിക്കുന്ന അതേ ഹോണറേറിയം ആണ് എന്നുള്ളതാണ്. അതായത് കോർപ്പറേഷനിലെ മേയർക്ക് 15,800 രൂപയാണ് ലഭിക്കുന്നത്. ഡെപ്യൂട്ടി മേയർക്ക് 13,200 രൂപ ലഭിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 9,400 രൂപ ലഭിക്കും. കൗൺസിലർക്ക് 8,200 രൂപയുമാണ് ലഭിക്കുക.
ഇതുകൂടാതെ അവർക്ക് ലഭിക്കുന്നത് സിറ്റിംഗ് ഫീസാണ്. സിറ്റിംഗ് ഫീസ് അവർ എത്ര ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നുവോ, കൗൺസിൽ മീറ്റിംഗ് ആയാലും പഞ്ചായത്ത് കമ്മിറ്റി മീറ്റിങ്ങിലായാലും എത്ര മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നതിന് അനുസരിച്ച് അവർക്ക് സിറ്റിംഗ് ഫീസും ലഭിക്കും. ഇത് ശമ്പളത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എല്ലാവർക്കും അറിയാൻ കൗതുകമുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇവർക്ക് കിമ്പളം കിട്ടുമോ എന്നുള്ളതാണ്, പുറം വരുമാനം കിട്ടുമോ എന്നുള്ളതാണ്. അത് ഒരു പ്രസക്തമായ ചോദ്യവും നല്ല ചോദ്യവുമാണ്. തീർച്ചയായും അതിനെ കിമ്പളമെന്നൊന്നും നമ്മൾ വിളിക്കണ്ട, കമ്മീഷൻ എന്നും നമുക്ക് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം. പല തരത്തിലുള്ള കമ്മീഷൻ എല്ലാവരും വാങ്ങുന്നവരല്ല, ചിലരൊക്കെ വാങ്ങും, ചിലർക്ക് കൃത്യമായും ഈ പടി കിട്ടുകയും ചെയ്യും. നമ്മൾ കരുതുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് സംതിങ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. പക്ഷേ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ ഈ സംതിങ് കിട്ടുന്ന ഏർപ്പാട് ഉണ്ട് എന്ന് നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. പക്ഷേ ഇത് വാങ്ങുന്നത് വളരെ കുറച്ച് പേരെ ഉള്ളൂ എന്ന് നിങ്ങൾ കരുതിയാൽ അതിന് എനിക്ക് മറുപടി പറയാനില്ല. വാങ്ങുന്നവരുണ്ട്, കൊടുക്കുന്നുമുണ്ട്, വാങ്ങുന്നുമുണ്ട്, വാങ്ങി കീശയിലിടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. എല്ലാവരെയും നമ്മൾ കുറ്റം പറയുന്നില്ല, ഇതിൽ വാങ്ങുന്നവരെ മാത്രമാണ് പറയുന്നത്. അത് കുറ്റമാണോ എന്ന് ചോദിച്ചാൽ അവരാണ് തീരുമാനിക്കാനുള്ളത്. കാരണം ഇതിനകത്ത് വരുന്ന കളികൾ എന്തൊക്കെയാണെന്നും കൂടി പറഞ്ഞ് വെക്കാം. ഇവിടെയൊക്കെ തന്നെ വർക്ക് നടക്കുന്നത് നിങ്ങൾക്കറിയാം. റോഡിൻ്റെ പണി, റോഡ് മെയിൻ്റനൻസ്, പിന്നെ ശുദ്ധീകരിക്കൽ, പലതരത്തിലുള്ള വർക്ക് വരും. 2 തരം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ വർക്ക് നടക്കുന്നത്. ഒന്ന് ഓൺ ഫണ്ട്. ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്ഥാപനത്തിൻ്റെ സ്വന്തം ഫണ്ട്. നമ്മൾ കൊടുക്കുന്ന നികുതി ഉണ്ടല്ലോ, നികുതി പ്രൊവിഷൻ ടാക്സ് ആയാലും പ്രോപ്പർട്ടി ടാക്സ് ആയാലും റെൻ്റായാലും ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പല വഴികളിൽ കൂടി. ലൈസൻസ് ഫീ ആയാലും ഇതെല്ലാം പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടാണ്, പഞ്ചായത്തിന് സ്വന്തമായുള്ള ഫണ്ടാണ്. പക്ഷേ സർക്കാർ കൊടുക്കും, അത് പ്ലാൻ ഫണ്ടാണ്, ഗ്രാൻഡ് ഇനത്തിൽ കൊടുക്കും. ഇത് എല്ലാം കൂടി ഈ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ വരുന്ന ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഓരോ വാർഡുകളിലും വർക്ക് നടക്കുന്നത്. പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടിയുള്ളൊരു വർക്കുണ്ടാകാം, ഈ വാർഡ് തലത്തിലുള്ള വർക്കുകൾ ഉണ്ടാകാം. ഈ വാർഡ് തലത്തിൽ വർക്ക് നടക്കുമ്പോൾ കരാറുകാർ 10% ഈ കൗൺസിലർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക് കൊടുക്കും എന്നുള്ളതാണ് ചില സ്ഥലങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്ന കാര്യം. ചിലർ ചോദിച്ച് തന്നെ വാങ്ങുമത്രേ. ചിലത് ഇതൊരു പടിയായിട്ട് വച്ചിട്ടുണ്ട്. വർക്ക് നടക്കുമ്പോൾ ആ വാർഡിലെ മെമ്പർക്ക് ഈ പൈസ കൊടുക്കും, അല്ലെങ്കിൽ കൗൺസിലർക്ക് ഈ പണം കൊടുക്കും. അത് ഒരാൾ പോലും അത് ഈ ബാങ്ക് വഴിയോ അതേപോലെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന GP വഴിയോ ഒന്നും വാങ്ങൂല, നേരിട്ട് തന്നെ വാങ്ങും. വാങ്ങുന്നവരും ഉണ്ട്, വാങ്ങാത്തവരും ഉണ്ട് കേട്ടോ. എല്ലാവരും അങ്ങ് വാങ്ങുന്നവരാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. എല്ലാവരും അങ്ങനെ വാങ്ങുന്നില്ല. വാങ്ങുന്നവരുണ്ട്, കൊടുക്കുന്ന കരാറുകാരുമുണ്ട്. ഈ കരാറുകാർ ഇത് കൊടുക്കുന്നതിന് പുറമേ തന്നെ അവരുടെ പാർട്ടിപരമായ ആവശ്യങ്ങൾക്ക് കരാറുകാരെ ബന്ധപ്പെടും. പാർട്ടിക്ക് ഇന്ന ആവശ്യമുണ്ട്, ഇന്ന സമ്മേളനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കൊടുക്കും. അതിനെ നമ്മൾ ഈ പണിയുടെ കൂട്ടത്തിൽ പെടുത്തേണ്ട കാര്യമില്ല. സാധാരണ രാഷ്ട്രീയക്കാർ അതേപോലെ അവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് സംഭാവന വാങ്ങുമല്ലോ, ആ നിലയിലേക്ക് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ ഇലക്ഷന് തന്നെ എല്ലാ കരാറുകാരിൽ നിന്നും കാശ് വാങ്ങിച്ചിട്ടുണ്ടാകാം. പൊതുവായൊരു കാര്യത്തിനാണെങ്കിൽ ആരെങ്കിലും ഒരാൾ നേതൃത്വം ഏറ്റെടുത്തിട്ട് എല്ലാ കരാറുകാരെയും ബന്ധപ്പെട്ടിട്ട് പൊതുവായി കളക്ഷൻ എടുക്കും. അപ്പോൾ നഗരസഭ ഇല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള ചില പൊതുപരിപാടികൾക്കൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇത് എല്ലായിടത്തുമല്ല, ചിലയിടങ്ങളിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ളത്, നിങ്ങളുടെ സമീപത്തുള്ള ഓടകൾ ക്ലീൻ ചെയ്യുന്നൊരു പരിപാടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മഴക്കാല പൂർവ്വകാല ശുചീകരണം എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. മഴ വരുന്നതിന് മുമ്പ് ഓടകളൊക്കെ ക്ലീൻ ചെയ്യണം. ഈ ക്ലീൻ ചെയ്യുന്നത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്ന പരിപാടിയാണ്. ഇത് മിക്കവാറും സ്ഥലങ്ങളിൽ ഇത് ഒരു വാർഷിക പടിയായിട്ടാണ് പല അംഗങ്ങൾക്കും കിട്ടുന്നത്. ഈ പണി പലയിടത്തും ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. നടക്കുന്നിടമുണ്ട്, അല്ലാത്തിടമുണ്ട്. പക്ഷേ ഇത് എത്ര നീളത്തിലുള്ള എത്ര വീതിയിലുള്ള ഈ ചാലുകളാണ്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡ്രെയിനേജുകളാണ്, അല്ലെങ്കിൽ റോഡിന് സൈഡിലുള്ള ഇത്തരം ക്ലീൻ ചെയ്യേണ്ടി വരുന്ന ഓടകളാണ്, എത്രത്തോളം വീതിയും നീളത്തിലുമാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കണക്ക് പുസ്തകത്തിൽ കാണും.
കാര്യത്തിൽ വന്നാൽ ഇതിൻ്റെ പാതിയൊക്കെ ചിലപ്പോൾ അവിടെ നിന്ന് ചെയ്തെന്ന് വരാം, ചിലപ്പോൾ ചെയ്തില്ല എന്നും വരാം. ഇല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും വർക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്റ്റഡ് വർക്കായിട്ട് ഇത് ചെയ്തു എന്ന് വരികയും ചെയ്യും, ഇല്ലെങ്കിൽ വരുത്തുകയും ചെയ്യും. മറ്റൊന്ന് പലപ്പോഴും എടുക്കുന്ന എസ്റ്റിമേറ്റുകളാണ്. ഈ റോഡും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റുകൾ എടുക്കുമ്പോൾ എസ്റ്റിമേറ്റ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതിനേക്കാളും കുറേ കൂടി കാണിച്ചുകൊണ്ട് പേപ്പറിൽ എസ്റ്റിമേറ്റ് എടുക്കും. പക്ഷേ അത്രത്തോളം വർക്ക് അവിടെ വരില്ല. ആ വർക്ക് വരാത്തിടത്തോളം കാലം എക്സസായിട്ട് വെക്കുന്ന വർക്കിൻ്റെ എമൗണ്ട് വിഹിതം എന്ന് പറഞ്ഞാൽ അത് പങ്കുവെക്കപ്പെട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എല്ലായിടത്തുമല്ല, ഉള്ളിടത്ത് ഇത് എല്ലാം നടക്കുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇതുപോലെ ഈ പറയുന്ന ഹോണററിയം വളരെ തുച്ഛമായൊരു തുകയാണെന്ന് നമുക്കെല്ലാം അറിയാം. ഇത് ഒരു ഫുൾ ടൈം ആയിട്ടുള്ള ഒരു ജനസേവനത്തിൻ്റെ ഭാഗമാണോ ഇതെന്ന് ചോദിച്ചാൽ അത് ഓരോ മെമ്പറുടെയും കൗൺസിലറുടെയും തീരുമാനമാണ്. ചിലർ ഫുൾ ടൈം ആയിട്ട് ഈ കൗൺസിലർഷിപ്പും പഞ്ചായത്ത് മെമ്പർ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പലരും ഇതൊരു പാർട്ടായിട്ടേ ചെയ്യുന്നുള്ളൂ. അവർക്കൊക്കെ വേറെ ജോലി ഉണ്ടാകും. കൂട്ടത്തിൽ ഈ പഞ്ചായത്തിന് വേണ്ടിയുള്ള വികസന പ്രക്രിയയിലും മറ്റുമൊക്കെ അവർ പങ്കാളികളാവുകയും ഒക്കെ ചെയ്യും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരത്ര വലിയ കാര്യമായിട്ടും എടുക്കാറില്ല. ഫുൾ ടൈം ഇതിൻ്റെ പിന്നാലെ നിൽക്കുന്നവരാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ച് എടുക്കുന്നത്. അതിലും എല്ലാവരും ഇല്ല, ചിലർ മാത്രമാണെന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. ചിലരൊക്കെ തന്നെ പബ്ലിക്കിൽ നിന്നും ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി സംതിങ് വാങ്ങാറുണ്ട് എന്ന് കേൾക്കുന്നു. അത് ഫീസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഒരു വ്യക്തി പഞ്ചായത്ത് മെമ്പറെയോ കൗൺസിലറെയോ സമീപിച്ച് കഴിഞ്ഞാൽ അവർ ഈ കക്ഷിയോട് പറയും, സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരാം, അവിടെ ഫീസ് അടയ്ക്കേണ്ടതുണ്ട്, ആ ഫീസ് ഇത്രയും രൂപയാകും എന്ന് പറഞ്ഞ് ആ കക്ഷി കൊടുക്കും. രാവിലെ ഇത് അപേക്ഷയൊക്കെ തന്നെ മിക്കവാറും മെമ്പർമാർ തന്നെ എഴുതി അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും. വൈകുന്നേരം തന്നെ സർട്ടിഫിക്കറ്റ് കയ്യിലേൽപ്പിക്കുകയും ചെയ്യും. അവിടെയുള്ള ഫീസെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുക വാങ്ങും. അവിടെ മിക്കവാറും അതിൻ്റെ 4/1 ഫീസേ അവിടെ അടയ്ക്കേണ്ടി വരുള്ളൂ. ബാക്കി ഉള്ളത് മിക്കവാറും മെമ്പറില്ലെങ്കിൽ പാർട്ടിക്കോ എന്ന് പറഞ്ഞ് കണക്ക് വെച്ച് ഇവരോട് പറയുകയും ചെയ്യും. എല്ലാ മെമ്പറും അല്ല കേട്ടോ, നല്ല മെമ്പർമാർ ഒരുപാടുണ്ട്. ഇതൊക്കെ സേവനമായിട്ട് എടുത്തിട്ട് തന്നെ എല്ലാവർക്കും സൗജന്യ സേവനം പോലെ കൊടുക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ക്ഷേമ പെൻഷൻ പോലും ചില ആളുകൾ ആണ് വിതരണം ചെയ്യുന്നത്. ആ വിതരണം ചെയ്യുന്നതിൽ അവർ കാശൊന്നും വാങ്ങുന്നില്ല, പക്ഷേ ഞാനാണ് ഇത് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങനെയും ചെയ്യുന്ന സംഭവങ്ങൾ ചിലയിടത്തും ഉണ്ട്, എല്ലായിടത്തും അല്ല. ഇതെല്ലാം തന്നെ ചില സ്ഥലങ്ങളിലേ നടക്കൂ, ചില അംഗങ്ങളിലേ നടക്കൂ, ചില അംഗങ്ങളെ ഇത് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി മറ്റൊന്ന്, ഈ പർച്ചേസിങ് നടക്കും. തദ്ദേശ സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യും. വാങ്ങുന്നത് ഈ കൗൺസിൽ തീരുമാനം ഇല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പൊതുവായി ഒരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിലും എന്ത് വേണമെങ്കിലും സർക്കാരിൻ്റെ സാങ്ഷൻ കിട്ടും, പക്ഷേ ഇത് വാങ്ങിക്കുന്നത് ഇവരാണ്. പ്രത്യേകിച്ച് ഈ സോൾട്ട് വേസ്റ്റ് മാനേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ചവറ് നീക്കം, ഈ ശുചീകരണം, ഇതിനുവേണ്ടി പല ഉപകരണങ്ങൾ വാങ്ങും. ഈ ഉപകരണങ്ങളുടെ കൊട്ടേഷൻ യഥാർത്ഥത്തിൽ അതിനകത്തും ആവശ്യമുള്ള അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കാറുണ്ട്. കാരണം ഉയർന്ന തുക കോട്ട് ചെയ്ത ആളിനെ ഒഴിവാക്കി ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത ആളിനെയാണ് അപ്രൂവ് ചെയ്യാനുള്ളത്. പക്ഷേ ആ കുറഞ്ഞ തുക കോട്ട് ചെയ്ത ആളിന് മതിയായ യോഗ്യതകളില്ല എന്ന് കാരണങ്ങളൊക്കെ നിരത്തി കാണിച്ചുകൊണ്ട് അയാളെ തഴഞ്ഞിട്ട് കുറച്ചുകൂടി ഉയർന്ന തുക കോട്ട് ചെയ്ത ആളിന് കൊടുക്കാൻ പലയിടങ്ങളിലും ചില ശ്രമങ്ങളൊക്കെ എക്കാലവും നടക്കാറുണ്ട്. അത് എ ഭരിക്കുമ്പോഴോ ബി ഭരിക്കുമ്പോഴോ എന്നുള്ളതല്ല, ആര് ഭരിച്ചാലും ഇതൊക്കെ അവിടെ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ കമ്മീഷൻ എന്നാണ് പറയുന്നത്. ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിന് കമ്മീഷൻ എന്ന് പറയും. അത് ബന്ധപ്പെട്ട കമ്പനികളോ വ്യക്തികളോ കൊടുക്കുകയും ചെയ്യും. അതും നടന്നു വരുന്ന ഒരു കാര്യമാണെന്ന് ഈ കൂട്ടത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക, ഈ സോൾട്ട് വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട, ഞാൻ പറഞ്ഞു ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പർട്ടിക്കുലർ കാര്യം വാങ്ങണമെന്ന് വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചില കമ്പനികൾ തന്നെ അവർക്കറിയാം ആരെ സമീപിച്ചാൽ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുമെന്ന്. അവർ ഈ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായാലും ഇല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനായാലും അവരെ ബന്ധപ്പെടും. ഞങ്ങൾ ഇങ്ങനെയുള്ള ഒരു സാധനം നിങ്ങൾക്ക് തരാം, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇതാണ്, ഇത് അനുസരിച്ച് നിങ്ങൾ ടെൻഡർ ചെയ്യണം, അപ്പോൾ വേറെ കമ്പനികൾ കോട്ട് ചെയ്യാനുണ്ടാവില്ല, ഞങ്ങൾ തന്നെ കോട്ട് ചെയ്യും, ഞങ്ങൾക്ക് തരണം, ഇത്ര പെർസെൻറ്റേജ് അതിൻ്റെ കമ്മീഷനാണെന്ന് പറയും.
ഇത് രാഷ്ട്രീയക്കാരുമുണ്ട്, ഉദ്യോഗസ്ഥരുമുണ്ട്, ഇവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ട് കമ്പനിയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതേ സ്പെസിഫിക്കേഷനോട് കൂടിയുള്ള ഈ പരസ്യം കൊടുക്കും. ആ പരസ്യം കൊടുക്കുമ്പോൾ ആ കമ്പനി അല്ലാതെ വേറൊരു കമ്പനിക്കും ഇത് കോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കമ്പനി അത് കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ ഇത് പാസ്സാക്കി കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സാധാരണ ശമ്പളത്തിന് പുറമേയുള്ള കിമ്പളം എന്ന് നമ്മൾ വിളിക്കേണ്ടതുണ്ടോ? ഉദ്യോഗസ്ഥ തലത്തിൽ പറയുമ്പോൾ അത് കിമ്പളം എന്ന് പറയും. പക്ഷേ ഇതൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമായി അവർക്കൊക്കെ ലഭിക്കാതിരിക്കാം. എല്ലായിടത്തും ഇത് കിട്ടുമെന്നൊന്നും ആരും കരുതി കളയരുത്. എല്ലാവരെയും കുറ്റം പറയുകയാണെന്നും കരുതി കളയരുത്. ചിലരൊക്കെ ചെയ്യുന്നതാണ്, അത് ബാക്കിയുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച് മറ്റ് വിശദവിവരങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ചിലതൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് മറ്റൊരു അവസരത്തിൽ പറയാം. എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതിരിക്കരുത്. ഇതൊന്നും കേട്ടിട്ട് വോട്ട് ചെയ്യണ്ടെന്നൊന്നും കരുതി കളയരുത്. നിശ്ചയമായും വോട്ട് ചെയ്യണം. അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശം വിനിയോഗിക്കുക തന്നെ വേണം. ഇത്തരം വിവരങ്ങളുമായി ഇനിയും ഞങ്ങളുടെ ചാനൽ നിങ്ങളുമായി വിഷയങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നന്ദി.